ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിംസ് തരുന്ന ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ച് കുറേ നാൾ മുമ്പ് ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ട്വിൻ ഫ്ലെയിംസും ട്രിഗേഴ്സുമാണ്. ഈ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആവാൻ വഴിയുണ്ട്, കാരണം മാക്സിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ട്രിഗർ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും കാര്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളിനെ, ഏതെങ്കിലും സാഹചര്യത്തെ നമ്മൾ ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ പേടി കൊണ്ട് അവിടെ നിന്നും ഡൈവേർട്ടായി പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യത്തെ യൂണിവേഴ്സായിട്ട് കൊണ്ടെത്തിക്കും. അത് നമ്മളുടെ ട്വിന്നിലൂടെ ആവാം, ഇനിയൊരാളിലൂടെ ആവാം, ഇനിയൊരു സാഹചര്യമാവാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പെട്ടെന്ന് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകും. ഈ കാര്യത്തെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വീക്ക്നെസ് കാണും, ഇൻസെക്യൂരിറ്റീസ് കാണും, ഫിയേഴ്സ് കാണും. അതെന്തൊക്കെയാണെന്ന് എക്സാക്ട്ലി ആ ഒരു പോയിന്റിലേക്ക്, ആ ഒരു ഷാഡോ സെൽഫിലേക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് ആ വീക്ക്നെസ്സിനെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നിടത്തുനിന്ന് അതിനെ നമ്മുടെ സർഫേസിൽ എത്തിച്ച് അതിനെ ഹീൽ ചെയ്ത് ആ വീക്ക്നെസ്സിനെ നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രിഗറിങ്. അപ്പോൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടാം, സാഹചര്യങ്ങളിൽ നിന്നും കിട്ടാം. അതല്ല എങ്കിൽ അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ജേർണിയിൽ നമ്മളുടെ ട്വിന്നിൽ നിന്നാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ അൾട്ടിമേറ്റ് മിറർ ആയതുകൊണ്ട് തന്നെ എക്സാക്ട്ലി നമ്മുടെ ഷാഡോ സൈഡ് എവിടെയാണെന്ന് അവർ നമുക്ക് ട്രിഗർ ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ആവാറുമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇമോഷണൽ ഇംബാലൻസിനെ നമ്മൾ ഒരു ഇമോഷണൽ സ്ട്രെങ്ത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവരും ഈ ട്രിഗേഴ്സ് തരുന്നത്. അവർക്ക് പോലും അറിയില്ല ഇതൊരു ട്രിഗർ ആണെന്നും അവർ നമ്മളെ നോവിക്കുകയാണെന്നും ഒന്നും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെയിന് നമ്മളുടെ ഉള്ളിലാണ്. അവർ തരുന്ന പെയിനല്ല, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പെയിനിനെ സർഫേസിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഈ ജേർണിയിൽ യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ട്വിൻ ഫ്ലെയിംസ് തരുന്ന ട്രിഗേഴ്സ് എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നും മനസ്സിലാക്കാം. ആദ്യത്തേത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ളവർ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സോണിലുള്ളവർ, കുറച്ച് നാളായിട്ട് ഒരു സെപ്പറേഷനിലാണ്. അതായത് 6 മാസമായിരിക്കാം, 1 വർഷമായിരിക്കാം, 2 വർഷമായിട്ട് സെപ്പറേഷനിലാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഫിസിക്കൽ വേൾഡിൽ എന്നുള്ള ആ ഒരു ജേർണിയിലുള്ളവർക്ക് ട്രിഗേഴ്സ് വന്നിട്ട് ഡ്രീംസിലൂടെ കിട്ടും. ശരിക്കും നമുക്ക് സ്വപ്നത്തിൽ മേ ബി നമ്മളുടെ ട്വിന്നിൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു പക്ഷേ അൺമാരീഡ് ആണെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ്, നിങ്ങളൊരു പക്ഷേ അൺമാരീഡ് ആണെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയൊരാൾ നമ്മളുടെ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ അതുവരെ ട്വിൻ നമ്മളെ വേണമെന്ന് പറഞ്ഞ ട്വിൻ പെട്ടെന്ന് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡ്രീംസ്. ഓരോ ജേർണിയും ഡിഫറെൻ്റ് ആണ്, ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഡ്രീംസ് കാണുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇമോഷണൽ ഇംബാലൻസ് സർഫേസിൽ വരും. അത് നമ്മളുടെ ഫിയറാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം, ആദ്യത്തെ ട്രിഗർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രിഗർ കുറേ നാൾ നോ കോണ്ടാക്റ്റിലായിരിക്കും കൗണ്ടർ പാർട്ടുമായിട്ട്, DMമായിട്ട്. DM എന്ന് പറഞ്ഞാൽ മസ്കുലൈൻ എനർജിയുമായിട്ട്. പെട്ടെന്നൊരു ദിവസം നമ്മൾക്ക് കോൾ വരും, നന്നായിട്ട് സംസാരിക്കും, മേ ബി കുറച്ചൊന്ന് ഓപ്പൺ അപ്പായിട്ട് സംസാരിച്ചൊന്നും വരാം, പക്ഷേ പെട്ടെന്നൊരു ദിവസം പിന്നെയും ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കേസിൽ ഫെമിനൈൻ എനർജി ഇംബാലൻസ് ആവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയിൽ പോയി. അപ്പോൾ അവിടെ അതാണ് ഹീൽ ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ ട്രിഗറായി എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി കുറേ ട്വിൻ കണക്ഷൻസിൽ നമ്മുടെ ട്വിൻ കോൾ ചെയ്യും, ഭയങ്കര വിഷമത്തിലാണെന്നൊക്കെ പറയും, നമ്മളോട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട്, അതായത് ഒരു സെക്ഷുവൽ ഇൻറ്റിമസിയുടെ ഒക്കെ കാര്യങ്ങൾ അത്രയും ഇൻ ഡെപ്തായിട്ട് സംസാരിക്കും, നമ്മളും റെസ്പോണ്ട് ആവും ആ കാര്യങ്ങളോട്. എന്നിട്ട്
പിന്നെയും എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കാർമിക് പാർട്ട്ണറുമായിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. ആൻഡ് അതിന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്യാപ്ഷൻസ് എഴുതും. ഇവിടെയും നമ്മൾ ഇംബാലൻസ് ആയെങ്കിൽ, നമ്മൾ ഇമോഷണലി ട്രിഗറായി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, ഞാനെന്താ ഇതിന് മാത്രമായിട്ടാണോ ഇരിക്കുന്നത് ഇവിടെ എന്ന്. അപ്പോൾ അത് ഒരു ഈഗോ സെൽഫിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെൽഫ് വർത്ത് ഇഷ്യൂ ആണ്. കാരണം നമ്മൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ടാണ് ഇവിടെ നമ്മുടെ ട്വിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അടുത്ത ഒരു സിറ്റുവേഷൻ പറയാം, നാലാമത്തേത്. നമ്മുടെ ട്വിൻ വരും, നന്നായിട്ട് സംസാരിക്കും. കുറച്ച് നാൾ മേ ബി അത് കുറേ ആഴ്ചകൾ സംസാരിക്കും, അല്ലെങ്കിൽ 1 മാസം, 3 മാസം, 6 മാസം, 1 വർഷമൊക്കെ നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ കഴിഞ്ഞ് ഇനി രണ്ടുപേരും ഹീൽഡാണ്, ഒരു കമ്പൈൻഡ് പർപ്പസിലൊക്കെ വരും എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് പെട്ടെന്നൊരു ദിവസം നോ റെസ്പോൺസ് മോഡിലേക്ക് പോകും, സൈലൻറ്റ് മോഡിലേക്ക് പോകും. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്ക് ഒരു ബ്ലൂ ടിക്ക് വീഴും, പക്ഷേ റെസ്പോൺസ് വരില്ല, കോൾ ചെയ്താൽ എടുക്കില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇംബാലൻസ് ആയെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ ട്രിഗറായി എന്നാണ് മീനിങ്. അടുത്ത സാഹചര്യം പറഞ്ഞു തരാം. കോണ്ടാക്റ്റിൽ കാണും ട്വിൻ എല്ലായ്പ്പോഴും. അതായത് ഒരു സെപ്പറേഷൻ ഫേസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ റണ്ണർ ചേസർ ഫേസിൽ തന്നെ കോണ്ടാക്റ്റിൽ കാണും, കമ്മ്യൂണിക്കേഷനിൽ കാണും. അവർക്കും അറിയാം ഇത് സംതിങ് ബിയോണ്ട് ഒരു കണക്ഷൻ ആണെന്ന്, പക്ഷെ അവർ കമ്മിറ്റ്മെൻറ്റ് തരില്ല. ആൻഡ് ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി അവരെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയും ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മളിവിടെ ട്രിഗറായി എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ ഒരു സെപ്പറേഷൻ പീരീഡിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യും. ഇന്നർ വർക്ക് ചെയ്യുന്നത് ട്വിൻ വരാനൊന്നും അല്ലായിരിക്കും ആ സമയത്ത്. കാരണം അത്രയും ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു സെപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞ് ഒരു സ്റ്റെബിലിറ്റി, അതായത് ഇനി ഞാൻ മതി എനിക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ട് നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഇന്നർ വർക്കൊക്കെ ചെയ്ത് തുടങ്ങും. നന്നായിട്ടൊരു ഫേസൊക്കെ കഴിഞ്ഞ് ഒരു കാംനെസ്സിൻ്റെ എനർജി, പീസ്ഫുൾനെസ്സിൻ്റെ എനർജിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മേ ബി ഒരു റൊമാൻറ്റിക് സോങ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെപ്പോഴെങ്കിലും നമുക്ക് അയച്ചു തന്ന സോങ്സ് ആയിരിക്കാം, ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോസ്, അതായത് രണ്ടുപേരുടെയും ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ കൂടെ പോയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ വളരെ റൊമാൻറ്റിക്കലി, അല്ലെങ്കിൽ മേ ബി നമ്മൾ പോകുന്ന വഴിക്ക് കാണുമ്പോൾ, ഒരു ലവേഴ്സിനെ കാണുമ്പോഴൊക്കെയും നമുക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ, അതല്ലാതെ പാസ്റ്റ് മെമ്മറീസ്, ഏത് തരത്തിലുള്ള പാസ്റ്റ് മെമ്മറീസും കോൺവെർസേഷൻ അവരുടെ ഓർമ്മ വരുമ്പോൾ, ഇങ്ങനെ അവരവരുടെ ഓരോ ജേർണിയുടെ അനുസരിച്ച് ഇതിനെ റെസൊനേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെയും നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഒരു കാംനെസ് അല്ല പെയിൻ വരുന്നുണ്ടെങ്കിൽ, ഈ സാഹചര്യങ്ങൾ, ഈ കാര്യങ്ങൾ, ഈ ഫോട്ടോസ്, ഈ ആൾക്കാർ ഒക്കെയും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷനെ ട്രിഗർ ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തതായിട്ട് സോഷ്യൽ മീഡിയ ട്രിഗേഴ്സ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ വിരൽത്തുമ്പിലാണെങ്കിലോ ടോട്ടലായിട്ടൊരു ഭൂഗോളത്തിലെ ആരെവിടെ എങ്ങനെയുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും അല്ലേ. അത് വളരെ നാച്ചുറലായിട്ട് ഇപ്പോൾ ഉള്ള ടെക്നോളജിയുടെ ഹെൽപ്പോടെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എക്സാമ്പിൾ ഇതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത്, നമ്മുടെ കൗണ്ടർ പാർട്ട് ഒരു സാഡ് സ്റ്റാറ്റസ് ഇട്ടു, മേ ബി വാട്സാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ വാട്ടെവർ, ഫേസ്ബുക്ക് ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ടെലിഗ്രാം ആയിരിക്കാം, പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. അത് കാണുന്ന ഉടനെ അയ്യോ എൻ്റെ കൗണ്ടർ പാർട്ട് സാഡിലാണ്, വിഷമത്തിലാണ്, എന്താണെന്ന് എനിക്കറിയണം, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളവിടെ ഇമോഷണലി ഇംബാലൻസ് ആയെങ്കിൽ, നമുക്കവിടെ ഒരു ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളുടെ ജേർണി പോലെ തന്നെ അവർക്കും കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, അവർക്കും കുറേ കാര്യങ്ങൾ ഗോ ത്രൂ ആവേണ്ടതുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു കോൾ ചെയ്യുക,
അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിയുമ്പോഴും അവർ പിക്ക് ചെയ്യാതിരിക്കുക, ഒരു മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുക, ഇതൊക്കെ ആവുമ്പോഴും നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ആവുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അവിടെ ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ, പെയിൻ വരുന്നുണ്ടെങ്കിൽ, അതൊക്കെയും നമുക്കുള്ള ട്രിഗേഴ്സാണ്, അതൊക്കെയും ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതേ കാര്യത്തിൽ സോഷ്യൽ മീഡിയ ട്രിഗേഴ്സിൽ തന്നെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഫേസ് ആയിരിക്കാം, സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം. അപ്പോൾ ഇനിഷ്യലി ഇത് ഒരു 50% ഹീലാവുന്നതിന് മുമ്പുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ യൂണിയനൊക്കെ നടക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അത്രയും ഡിവൈനിൽ ട്രസ്റ്റ് കാണും, ഒക്കെ കാണും. പെട്ടെന്ന് നമ്മളുടെ മുമ്പിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ്മെൻറ്റ് മൂഡിൽ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് യാത്ര പോയ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് തോന്നും, ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സുഖിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഞാൻ ഉപയോഗിക്കരുത്. പക്ഷേ പലപ്പോഴും കൗൺസിലിങ്ങിൽ, ഈവൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഗോ ത്രൂ ആയ കാര്യമാണ്. അതേപോലെ തന്നെ കൗൺസിലിങ്ങിൽ മാക്സിമം ആൾക്കാരുടെയും ട്രിഗർ ആവുന്ന ഒരു പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ആയെങ്കിൽ ഇത് നമ്മൾക്കുള്ള ട്രിഗറാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലായ്പ്പോഴും ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്, അല്ലേ? അവർക്ക് വേണ്ടിയല്ല. അവർ നമ്മളുടെ ലൈഫിൽ വരണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും വർക്കൗട്ട് ആവാറില്ല. കാരണം നമ്മളും ഹീലാവാറില്ല, അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയും പോവാറുണ്ട്. അപ്പോൾ ഈ ട്രിഗേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ ഹീലാക്കണമെന്ന് പറഞ്ഞുതരാം. അക്സെപ്റ്റ് ദ ട്രിഗർ. ആദ്യത്തെ കാര്യം, ഇതിനെ എങ്ങനെയാണോ ട്രിഗർ കിട്ടിയത് അതിനെ സ്വീകാര്യമാക്കുക. ഞാൻ ഇത്ര വർക്ക് ചെയ്തു, ഞാൻ പിന്നെയും ഡൗൺ ആവുന്നു, എനിക്ക് എന്ത് പറ്റി എന്നൊന്നും ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ പോകണ്ട. അവിടെ വരുന്ന എക്സ്പ്രഷനെ എക്സ്പ്രസ് ചെയ്യുക. മേ ബി ഒരു കരച്ചിലായിരിക്കാം, മേ ബി അലറിക്കരയാൻ തോന്നുമായിരിക്കാം, അതിനെ ഫീൽ ആവുക. കാരണം അത് നമ്മൾ പിന്നെയും സർപ്രസ് ചെയ്യുമ്പം പിന്നെ ആ ട്രിഗർ അങ്ങനെ തന്നെ ഇരിക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ പിന്നെയും അങ്ങനെ സിമിലർ സിറ്റുവേഷനിൽ പോകുമ്പം പിന്നെ അത് ട്രിഗർ ചെയ്യും. അടുത്തതായിട്ട് ഇതൊരു നെഗറ്റിവിറ്റി ആണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളൊരു സോൾ ജേർണിയിലാണ്, ഒരു ആത്മാവിൻ്റെ ജേർണിയിലാണ്. നമ്മളുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ കൗണ്ടർ പാർട്ടാണെങ്കിൽ നമ്മൾ ഹീലായി കഴിഞ്ഞിട്ടേ അവർ ഹീലാവുകയുള്ളൂ. അവർക്ക് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഇംബാലൻസ് ആകുമ്പോൾ പലപ്പോഴും മാക്സിമം ആൾക്കാർ റിയാക്ട് ചെയ്യാറുണ്ട്. അതായത് ട്വിന്നിനെ മെസ്സേജസ് അയക്കുക, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് പറയുക, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളവിടെ കൊടുക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മളങ്ങനെ ബ്ലാസ്റ്റ് എങ്കിൽ അതിനെയും അക്സെപ്റ്റ് ചെയ്യുക. കാരണം സെൽഫ് ഗിൽട്ടിലേക്ക്, കാരണം ഒന്ന് കാമായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഹീൽഡ് ആയിട്ടുള്ള എനർജീനെ എല്ലാം നമ്മളവിടെ ആ നെഗറ്റിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, ഒരു പക്ഷേ അത് കഴിഞ്ഞാണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതിനെ ലെറ്റ് ഗോ ചെയ്യുക. കുറച്ചൊന്ന് ഓപ്പൺ ഏരിയയിൽ പോകാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് മുറ്റത്തൂടെയൊക്കെ ഒന്ന്, എത്ര വെയിലാണെങ്കിലും നമുക്ക് ആ തണലിലൂടെ ഒന്ന് ആ ഒരു ഓപ്പൺ ഫ്രഷ് എയറിൽ പോകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി ഇഷ്യൂസ് കുറയും. ഒന്ന് പോവുക. അതല്ല നമുക്ക് അങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ പോകാൻ പറ്റും, അല്ലേ? എത്ര വെയിലാണെങ്കിലും ഒരു 5-10 മിനിറ്റ് ഒന്ന് പോയിട്ട് ആ ഒരു ഓപ്പൺ എയറിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റീനെ കാം ഡൗൺ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ കാം ഡൗൺ ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ഗ്രൗണ്ടിങ് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ ഇത് ഒത്തിരി ഹീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. ഒന്ന് കളിക്കുകയാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് കെയർ എടുക്കുകയാവാം. അതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു കാംനെസ്സിൻ്റെ എനർജിയിലേക്ക് വരാൻ പറ്റും. ഇതല്ലാതെ ട്രിഗർ തന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, അവരോട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. കാരണം അവർ എക്സാക്റ്റായിട്ട് കാണിച്ച് തരുന്ന ട്രിഗേഴ്സ്, അല്ലെങ്കിൽ എക്സാക്റ്റായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഹീലാവുന്നത്. അവരവരുടെ ദൗത്യം പൂർണ്ണമായിട്ടും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാര്യം, നമ്മളുടെ ദൗത്യം നമ്മൾ ഈ ജേർണിയിൽ
ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അതിന് ദേഷ്യപ്പെടുകയോ വാശിയോ ഈഗോ ഒന്നുമല്ല, അതിനൊരു താങ്ക്ഫുൾനെസ്, അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം പേ ചെയ്യുക. അവർ ആസ് എ പേഴ്സൺ അവരെ എടുക്കാതിരിക്കുക. അതായത് ഇനിയൊരു ബോഡിയിൽ അവരെ ഡ്യുവാലിറ്റിയിൽ പോകാതിരിക്കുക. കാരണം എൻ്റെ ട്വിൻ ഇങ്ങനെ ചെയ്തു എന്നല്ല, എൻ്റെ ആത്മാവ് എനിക്ക് ട്രിഗർ തന്നു എന്ന് മനസ്സിലാക്കുക. കാരണം അത് ഹീലാവാനാണെന്ന് അപ്പോൾ നമുക്ക് ആ ഒരു സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നിട്ട് അവരെ ഫൊർഗീവ് ചെയ്യാൻ, അവരെ ക്ഷമിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ ട്രിഗേഴ്സ് വരുമ്പോഴൊക്കെയും മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് അല്ലാത്തത്, എവിടെയൊക്കെയാണ് ഞാനൊരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിലില്ലാത്തത്, എവിടെയൊക്കെയാണ് ഞാൻ എൻ്റെ ട്വിന്നിനെ ഇനി ഒരാളായിട്ട് കാണുന്നത്. ഇതൊക്കെയും നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അൺഹീൽഡ് വേർഷൻ, നമ്മുടെ അപ്സെറ്റ്സ് കുറേ കിട്ടും. അതൊക്കെയും ഹീൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ അപ്സെറ്റ്സ് എല്ലാം എങ്ങനെയാണ് നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത്? ഇതിനെല്ലാത്തിനും നമുക്ക് ഹെൽപ്ഫുൾ മിറർ എക്സസൈസ് ആണ്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളിൽ ആ ഒരു ട്രിഗേഴ്സ് എല്ലാം ഹീലാവുന്നല്ല അതിൻ്റെ മീനിങ്. ഡേ ബൈ ഡേ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂസിനെയൊക്കെയും ഹീൽ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ അടുത്ത പ്രാവശ്യം സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് പിന്നെയും ട്രിഗർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ അതേപോലത്തെ സിറ്റുവേഷൻ പിന്നെയും ഒരു 2 മാസം കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നു, നമുക്ക് പിന്നെയും അതേ പെയിൻ വരുന്നുണ്ടെങ്കിൽ ഇനിയും അവിടെ നമുക്ക് ട്രിഗർ കിട്ടിയെന്നാണ്, ഇനിയും അവിടെ നമ്മൾ ഹീലാക്കാനുണ്ടെന്നുമാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പിന്നെയും ആ കാര്യത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ 27th to 31st ഇന്നർ വർക്ക് സീരീസ് ഉണ്ട്. നോ യുവർ ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഷാഡോ സെൽഫിനെ എങ്ങനെ ഹീൽ ചെയ്യണമെന്നും അതിൻ്റെ ഹീലിംഗ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻസ് 5 ഡേയ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. അതിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.